ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നോർമൻ വിൻസെൻ്റ് പെലെയുടെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. നോർമൻ വിൻസെൻ്റ് പെലെ, ഹി വാസ് എൻ അമേരിക്കൻ റൈറ്റർ. ഇത് 1898 അമേരിക്കയിലെ ഒഹായോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ബോൺ ചെയ്തത്. 1952 ഈ പുസ്തകം രചിച്ചത്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ഇദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു, ഒരു പുരോഹിതൻ, ഒരു പള്ളി വികാരിയായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ 7 കോർ ലെസൺസ് ഉണ്ട്. അപ്പോൾ ഈ പുസ്തകം ഇദ്ദേഹം എഴുതിയത് തന്നെ ജനങ്ങൾക്ക് വളരെ ഈ പുസ്തകം വായിച്ച് അവർക്ക് ഒരു സന്തോഷകരമായ സംതൃപ്തമായ ഒരു ജീവിതം കൈവരിക്കാൻ കഴിയും. ഈ പോസിറ്റിവിറ്റി, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന ഒരു സതുദ്ദേശത്തോടുകൂടിയാണ് ഈ പുസ്തകം അദ്ദേഹം രചിക്കപ്പെട്ടത്. 7 കോർ ലെസൺസ്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നതിനുള്ള 7 കോർ ലെസൺസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പം നമ്മളിൽ വിശ്വസിക്കുക. നമ്മളിൽ വിശ്വസിക്കാതെ നമ്മളൊരു കാര്യങ്ങൾ നമ്മൾ ബിലീവ് ചെയ്യാതെ, നമുക്കൊരു ബിലീവ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ അത് സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടൊരു സെൽഫായിട്ടൊരു കോൺഫിഡൻസ് വേണം. നമ്മളിൽ ഒരു വിശ്വാസമില്ലാതെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിലെ ഉള്ളിൽ അപാരമായ ശക്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള ശക്തി നമ്മളിലേക്ക് വരികയും നമുക്കൊരു പൊതുവെ ഒരു പോസിറ്റീവ് ഉന്മേഷം വരികയും അപ്പോൾ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. ഈ കാര്യങ്ങൾ സക്സസ് അത് നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പോൾ ആദ്യത്തെ കോർ ലെസൺസിൽ ആദ്യമായിട്ടുള്ളതാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുക. സെക്കൻഡ് വൺ, ബ്രേക്ക് ഇൻഫീരിയോറിറ്റി ആൻഡ് സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ടും ഇൻഫീരിയോറിറ്റിയും കൊണ്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഇൻഫീരിയർ ആണെന്നുള്ള ഒരു തോന്നലിൽ നമ്മളിൽ കഴിവുകളുണ്ട്. അതുപോലെ തന്നെ സംശയത്തോടുകൂടി ഒരു കാര്യം, ഒരു സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമോ അല്ലെങ്കിൽ നടക്കൂല, ഇങ്ങനെയൊക്കെയുള്ള ഡബിൾ മൈൻഡഡ് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു പോസിറ്റീവ് ക്വാളിറ്റി അല്ല. അത് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ഇൻഫീരിയോറിറ്റി ആൻഡ് സെൽഫ് ഡൗട്ട്. എന്നിട്ട് നമ്മൾ സക്സസിനെ കുറിച്ച് മൈൻഡിൽ കാണുക. സക്സസ് ആവുന്നതും അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. ദെൻ യു വിൽ ബിക്കം സക്സസ്. രണ്ടാമത്തെ കോർ ലെസൺസിൽ രണ്ടാമത്തേതാണ് ബ്രേക്ക് ഇൻഫീരിയോറിറ്റി ആൻഡ് സെൽഫ് ഡൗട്ട്. മൂന്നാമത്തെ പീസ്ഫുൾ ആൻഡ് റിലാക്സ്ഡ് മൈൻഡ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡിന് അപാരമായ ശക്തിയുണ്ട്. ആ മൈൻഡിൻ്റെ ശക്തി, അപ്പം നമ്മളെപ്പോഴും മൈൻഡിനെ വളരെ പീസ്ഫുള്ളാക്കി വയ്ക്കണം. പീസ്ഫുള്ളാക്കുന്നതിന് നമ്മൾ വറിയിൽ നിന്നും, ഗിൽറ്റിൽ നിന്നും, ഹെയ്റ്റിൽ നിന്നും, ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മൈൻഡിനെ നമ്മളെപ്പോഴും ഫ്രീ ആക്കി നിർത്തണം. ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ടോയ്സയുടെ ആദർ പറയുന്ന ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും മൈൻഡിനെ എം ടി ആക്കണം. എം ടി ആക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സം മെഡിറ്റേഷൻ, എക്സസൈസ്, ജസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ്, എന്തായാലും അങ്ങനെ ഇത് ചെയ്യുക. പിന്നെ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 2-3 പ്രാവശ്യം ഇതുപോലെ ഉള്ള പ്രാക്ടീസുകൾ, ഈ മൈൻഡിന് ഉള്ള ഈ നെഗറ്റീവിനെ എം ടി ആക്കുന്നതിനുള്ള പരിശീലനങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ചെയ്യുക. കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിൻ്റെ പവർ കൊണ്ട് പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം റിലാക്സ്ഡ് മൈൻഡായിരിക്കുക. സെക്കൻഡ് വൺ. ഫോർത്ത് വൺ, എക്സ്പെക്ട് ദ ബെസ്റ്റ്. നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ബെസ്റ്റ്, ഏറ്റവും നല്ല കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. അല്ലാതെ നമ്മൾ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അതേ നമ്മളിൽ വന്ന് ചേരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന എന്താണ് അത് നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്പെക്ട് ദ ബെസ്റ്റ്.
ബെസ്റ്റായിട്ടുള്ള നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അത് നേടുന്നതിനുള്ള ഇത് എല്ലാ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യും. അത് നിങ്ങളിലേക്ക് അടുത്ത് വരും. ജസ്റ്റ് എക്സ്പെക്ട് ദ ബെസ്റ്റ്. ദെൻ ദ ഫിഫ്ത്ത് വൺ, ഡോണ്ട് ബിലീവ് ഇൻ ഡിഫീറ്റ്. ഡിഫീറ്റിൽ വിശ്വസിക്കരുത്. നമ്മളിപ്പം ഇത് പരാജയപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംരംഭത്തിലോട്ട് നമ്മൾ ഇറങ്ങിയാൽ ഡെഫിനറ്റ്ലി അത് പരാജയപ്പെടും. ഡിഫീറ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും മൈൻഡിൽ അത് വിജയിച്ച് വരുന്നതായിട്ടുള്ള പിക്ചർ മൈൻഡിൽ കാണുകയും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. 4 ലെസൺസിൽ 5ാമത്തതാണ് ഡോണ്ട് ബിലീവ് ഇൻ ഡിഫീറ്റ്. 6ാമത്തത് ബ്രേക്ക് ദ വറി ഹാബിറ്റ്. വറി എപ്പോഴും ചിലരെ കണ്ടാൽ എപ്പോഴും ഇങ്ങനെ ദുഃഖഭാവത്തിൽ എല്ലാത്തിനെക്കുറിച്ച് എപ്പോഴും ഭയങ്കര മൂടി. ഇപ്പോൾ ഈ വറി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ വറിയും കൊണ്ടല്ല ജനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഇത് നേടിയെടുത്തതാണ്, ആർജിച്ചതാണ് ഈ വറിയൊക്കെ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നതിന് കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യണം. വറി ഒന്നിനും ഒരു പരിഹാരമല്ല. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ സൊല്യൂഷൻ. നിങ്ങൾ വറി ചെയ്ത് നിങ്ങളുടെ എപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്തില്ല. അതിന് ഉള്ള സൊല്യൂഷൻ, നമുക്ക് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ദെൻ മൈൻഡ് വിൽ അത് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യുകയും അപ്പം അതിനുള്ള വഴികൾ നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് കാണിച്ചു തരാം. അതിനുള്ള വഴികൾ നമ്മൾ അത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. വറി ചെയ്യുമ്പം അത് നെഗറ്റീവ്, അത് ബോഡിയിൽ തന്നെ നമ്മൾക്ക് ഒരു കെമിക്കലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരത്തില്ല. ഓക്കെ, ദാറ്റ്സ് ദ 6th one ഈസ് ബ്രേക്ക് ദ വറി ഹാബിറ്റ്. ദെൻ ദ 7th and last one ഈസ് ഇമാജിനേഷൻ, അഫർമേഷൻ ആൻഡ് പ്രയർ. ഇമാജിനേഷൻ എപ്പോഴും നമ്മൾ വളരെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുക. മൈൻഡിൽ നല്ല സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ചും അത് നമ്മൾ നേടിയെടുക്കുന്നതായിട്ടും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇതിൽ ഇമാജിനേഷൻ, ഗുഡ് ഇമാജിനേഷൻ ആയിരിക്കണം. ദെൻ അഫേം ചെയ്യുക. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെയൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്നൊക്കെ ഇത് ചെയ്യുന്നതിന് നല്ല പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഇതാവുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അതൊരു ഹാബിറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പം അഫേം ചെയ്യുക. അഫേം ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞ് ദെൻ പ്രയർ നല്ലതാണ്. ഒരു ദിവസം കുറച്ച് നേരം നിങ്ങൾ സൈലൻ്റായിട്ട് ഇരുന്ന് കുറച്ച് നിങ്ങളെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യണം. അത് എന്താണോ നിങ്ങളെ ഭാഷ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അത് പ്രത്യേകിച്ച് അവരുടെ ഇത് ഇൻഡിവിജ്വൽ ചോയ്സാണ്, അത് നിങ്ങൾ ചെയ്യണം. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിന് കാംനെസ് തരികയും അത് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് വിൻസെൻ്റ് പെലേയുടെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്ക് എന്ന പുസ്തകത്തിൽ ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈ 4 ലെസൺസ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ദെൻ ജസ്റ്റ് ബ്രേക്ക് ഇൻഫീരിയോറിറ്റി ആൻഡ് സെൽഫ് ഡൗട്ട്, ഫോക്കസ് on just expect the best, then don't believe in defeat, then just relaxed mind ആയിരിക്കുക, just break the worry habit, then the 7th one is imagination, affirmation and prayer. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടിരുന്നാൽ ജീവിതം നിങ്ങൾക്ക് വളരെ സന്തോഷകരവും സംതൃപ്തമായിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തതിലോ മറ്റെന്തെങ്കിലും കമൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി അറിയിക്കണം. എങ്കിലേ എനിക്ക് എൻ്റെ മിസ്റ്റേക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു വളരെ
ഇതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.